പ്രതിപക്ഷം ഇന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ സമരം, ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിന് മുമ്പോട്ട് പോയത്. ഇന്ന് മന്ത്രിമാർ നൽകിയത് വിചിത്രമായ മറുപടികളാണ്. തന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് വ്യവസായ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ആരോപണം ഉന്നയിച്ചത്. തന്ത്രിക്ക് പ്രത്യേക പരിരക്ഷയൊന്നുമില്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കോടതിയെയാണ് വിമർശിക്കുന്നത് പ്രതിപക്ഷം എന്ന ആക്ഷേപവും മന്ത്രിമാർ ഉന്നയിച്ചു. കോടതിയെ ആക്ഷേപിച്ചത് ഇന്നലെ നിയമമന്ത്രിയാണ്. അതായത് ശബരിമല തന്ത്രിക്കെതിരായി കേസെടുക്കാൻ തെളിവിൻ്റെ കണിക പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. ആ ജാമ്യം അനുവദിച്ച കോടതിയെ ഇന്നലെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രിയാണ്. ഞങ്ങൾ ജനുവരി 11 തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ അടുത്ത ദിവസം തന്നെ പറഞ്ഞിരുന്നു, ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് കാരണത്തിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യുന്നത്, എന്ത് ഒഫൻസാണ്, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, ഈ കുറ്റകൃത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം എന്താണ് എന്ന് വ്യക്തമാക്കണം SIT എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് തന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ മുൻ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും ഇപ്പോഴത്തെ മന്ത്രിയെ അറസ്റ്റ് ചെയ്താലും എന്താ കാരണം കൊണ്ടാണെന്ന് പൊതുജനത്തോട് പറയാനുള്ള ബാധ്യത അന്വേഷണ സംഘത്തിനുണ്ട്. ഇപ്പോൾ പറഞ്ഞതല്ല, ഞങ്ങൾ ജനുവരി 11 ഞാൻ ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞതാണ്. കാരണം ആ റിമാൻഡ് റിപ്പോർട്ട് തൃപ്തികരമല്ലായിരുന്നു. അപ്പം 40 ദിവസം ജയിലിൽ കിടന്നതിന് ശേഷം 41ാം ദിവസം കോടതി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ, ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തെളിവ് പോലും, തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെളിവിൻ്റെ ഒരു കണിക പോലും ഇല്ലാതെ എന്തിനാണ് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം. തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ CPMൻ്റെ സൈബർ ഇടങ്ങൾ മുഴുവൻ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ക്രെഡിറ്റ് ആണെന്നാണ് അവകാശപ്പെട്ടത്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അവരെ കൺവെൻഷനിലായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രചരണം നടത്തുന്ന CPMൻ്റെ മുഴുവൻ സൈബർ ഇടങ്ങളിലും മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ട് തന്ത്രിയെ വരെ ജയിലിലാക്കിയ ആളാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ അതിന് പറയണത് SIT പറയാൻ ബാധ്യതയുണ്ട്. SITക്ക് അത് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതായത് മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ മന്ത്രിക്കും എതിരായി ആരോപണം വന്ന സമയത്താണ് 3 പ്രധാനപ്പെട്ട CPM നേതാക്കൾ സ്വർണ്ണ മോഷണത്തിൽ ജയിലിൽ കിടന്ന സമയത്ത് CPM പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്ത്രിയിലേക്ക് ഈ അന്വേഷണം പോയത്. അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ ആ കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ആ സംശയം ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. എന്ത് കാരണത്തിൻ്റെ പുറത്തും എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലുമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന് SIT വ്യക്തമാക്കണം. ഇപ്പോൾ മന്ത്രിമാർ തന്ത്രിക്ക് പ്രത്യേകമായ പരിരക്ഷയൊന്നും ഇല്ല എന്ന് പറയും. പക്ഷെ ഒരു പൗരനുള്ള പ്രത്യേകമായ പരിരക്ഷ വേണമല്ലോ. തെളിവിൻ്റെ കണിക പോലും ഇല്ലാതെ ഒരു പൗരൻ അറസ്റ്റ് ചെയ്യപ്പെടാമോ? പ്രത്യേക പരിരക്ഷയൊന്നും വേണ്ട. ഏത് പൗരനുമുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ? എല്ലാ പൗരന്മാർക്കും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ. നമ്മളെ ഒരു അനാവശ്യമായ ഒരു കാര്യത്തിൽ അറസ്റ്റ് ചെയ്ത് 40 ദിവസം ജയിലിലിടാൻ പാടില്ലല്ലോ. ആ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് കോടതി വിധി പുറത്തു വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഔദ്യോഗിക സംവിധാനങ്ങളെ മുഴുവൻ ഈ ഗവൺമെൻറ് ഉപയോഗിക്കുകയാണ്. ഏറ്റവും അവസാനം പുറത്തു വന്നത് ഡാറ്റ മോഷണമാണ്. ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്ന സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഡാറ്റ മോഷണം നടത്തിയിരിക്കുന്നത്. ഡാറ്റ മോഷണം പാടില്ല എന്ന് ഹൈക്കോടതി വിധിയുണ്ട്, നിയമങ്ങളുണ്ട്. ഒരാളുടെയും വ്യക്തിപരമായ വിവരങ്ങൾ അയാളുടെ അനുവാദമില്ലാതെ പുറത്തു കൊടുക്കാൻ പാടില്ല. അപ്പോൾ സ്പാർക്കിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സോഷ്യൽ മീഡിയ വിഭാഗം എങ്ങനെയാണ് ഈ ഡാറ്റ മോഷണം നടത്തിയത്, അവർക്കെതിരായി കേസെടുത്ത് അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് ചെയ്ത സംവിധാനത്തിനെതിരെ ഡേറ്റ മോഷണമാണ്. ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ പോവാണ്. നേരത്തെ നവകേരള സർവേ നടത്താൻ പോയത് ആദ്യം പാർട്ടിയാണ് സർക്കുലർ ഇറക്കിയത്, വോളണ്ടിയർമാരാകണം DYFIക്കാർ. അതിനുശേഷമാണ് അവർക്ക് പണം കൊടുക്കാൻ വേണ്ടി സർക്കാർ ഉത്തരവിട്ടത്. അപ്പോൾ സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നാട്ടുകാരുടെ നികുതി പണത്തിൽ നിന്നും DYFIക്കാരെ കൊണ്ട് ചെയ്യാനുള്ള ശ്രമമാണ് കോടതി തടഞ്ഞത്. കോടതി ഉത്തരവിലൂടെ അത് തടഞ്ഞു. ഞങ്ങളാണത് ചോദ്യം ചെയ്തത് കോടതിയിൽ. ഇപ്പോൾ അതിനുവേണ്ടി സുപ്രീം കോടതി പോയിരിക്കുകയാണ്. അതായത് ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം കൊണ്ട് DYFIക്കാർക്ക് പൈസ കൊടുത്ത് തെരഞ്ഞെടുപ്പ്
CPM പ്രചരണം നടത്തണം. പല ജില്ലകളിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞിരിക്കുകയാണ് സർക്കാരിൻ്റെ നേട്ടങ്ങൾ ട്രൈബൽ കോളനികളിൽ പോയി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിവരിച്ചു കൊടുക്കണമെന്നുള്ളതാണ്. ഔദ്യോഗിക സംവിധാനങ്ങളെ മുഴുവൻ ഇവർ ദുരുപയോഗം ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ നടത്തുകയാണ്. വ്യാപകമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്നത്. കോടികളാണ് PRD മുടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങി, PRDയെ കൊണ്ടിട്ട് തുടങ്ങി വ്യാപകമായിട്ട്. വിവിധ വകുപ്പുകളെ കൊണ്ട് ഇത് ചെയ്യുകയാണ്. ഡേറ്റ മോഷണം വരെ നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് അതിശക്തമായ രാഷ്ട്രീയവും നിയമപരവുമായ നടപടികൾ ഞങ്ങൾ ശക്തമായി സ്വീകരിക്കും. ഒന്നാമത്തെ കാര്യം, ഇന്ന് ഇടുക്കിയിൽ സമ്മതിക്കാം പൊതുയുഗത്തിനായി എന്നുള്ള ചർച്ച നടത്തും. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കും. ഒരുപാട് പ്രശ്നങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയും ഗവൺമെൻറ്റിൻ്റെ അവഗണനയും കോടതികളിലെ വ്യത്യസ്തമായ വിരുദ്ധമായ നിലപാടുകളും കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രയാസപ്പെടുകയാണ് ഒരു ജില്ലയിൽ. ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഭൂമി പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഈ ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾക്ക് UDF അധികാരത്തിൽ വരുമ്പോൾ ശാശ്വതമായ പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പുകൊടുത്തിട്ടുണ്ട്. ഈ ജില്ലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഇടുക്കി ഡോക്യുമെൻ്റ് ഞങ്ങൾ തയ്യാറാക്കുകയും സമയബന്ധിതമായി ഇടുക്കി ജില്ലയിൽ നിന്ന് ഉയർന്നു വന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്നും അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനു മുൻപ് ഇടുക്കി ജില്ലയിൽ പ്രത്യേകമായ കോൺക്ലേവ് നമ്മുടെ ബഹുമാന്യനായ MP-യുടെ നേതൃത്വത്തിൽ നടത്തി. അന്നും ഞങ്ങൾ ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇന്നും സമാനമായ വിഷയങ്ങളാണ് കൂടുതൽ ഉയർന്നു വന്നത്. അതിന് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കും.